ഇരിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ നിതീഷ് സാറൊക്കെ ട്രെയിനിങ്ങിലായിരുന്നു. ഒരു 10-15 ദിവസം ട്രെയിനിങ്ങിൽ അങ്ങനെ പോയത് കൊണ്ടായിരുന്നു നമുക്ക് അത് ആ ക്ലാസ്സുകൾ നടത്താൻ പറ്റാതിരുന്നത്. എന്നാലിപ്പോ ആ നെറ്റ്സർഫിന്റെ ആ ക്ലാസ്സുകൾ എല്ലാം കഴിഞ്ഞ് നിതീഷ് സാറും കുറെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോ നിതീഷ് സാറ് അടുത്ത 1 മണിക്കൂർ കാർഷിക മേഖലയിലെ ജൈവ രീതിയിലുള്ള വളപ്രയോഗം വളരെയേറെ ഫലപ്രദമായും ലേബർ കോസ്റ്റ് കുറച്ചും വിളവ് കൂട്ടിയും നെറ്റ്സർഫിന്റെ ബയോഫിറ്റ്സ് പ്രൊഡക്റ്റുകളായ NPKയും ഷേർട്ടും സ്ട്രിമ്മിച്ചും ഏത് രീതിയിൽ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നമ്മുടെ നെറ്റ്സർഫിന്റെ കേരള ഘടകം ലീഡറായ നിതീഷ് സാറ് അവതരിപ്പിക്കുന്നതാണ്. നിതീഷ് സാറിനെ നെറ്റ്സർഫ് കേരളയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഓക്കെ സർ, പ്ലീസ് കം ഓൺ സ്റ്റേജ് സർ. Okay, thank you, Sabu sir. Am I audible? കേൾക്കുന്നില്ലേ? ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമുക്ക് ചെറിയ സമയമാണെങ്കിലും നമ്മൾ പറയുന്നതിന്റെ ഗൗരവം ഒന്ന് കണക്കിലെടുക്കുക. നമ്മളെ എല്ലാവരും ഇവിടെ കൃഷിക്കാരായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ നമുക്ക് വളരെയധികം കാർഷിക മേഖലയിൽ മാറ്റം ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് ഇനി വരുന്ന ചെറിയൊരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. അത് നിങ്ങൾക്കും കൂടുതൽ ഗുണപ്രദമാകുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ വളരെ മനോഹരമായി വെൽക്കം ചെയ്ത ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലുള്ള പ്രിയപ്പെട്ട സാബു സാറിനോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ഇന്നിവിടെ പ്രതിപാദിക്കാൻ വേണ്ടി പോകുന്നത്, നമുക്ക് വളരെയധികം കാർഷിക മേഖല ലോകം മുഴുവൻ ഇന്ന് ജൈവ കാർഷിക മേഖലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. അത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് ലോകത്തിൽ ക്യാൻസറുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ രോഗങ്ങൾ, ക്യാൻസർ ആയിക്കോട്ടെ മറ്റ് രോഗങ്ങളെല്ലാം മനുഷ്യനെ ബാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ മനുഷ്യനിൽ ഉണ്ടാകുന്ന പ്രതിരോധ ശേഷിയെ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നേറുമ്പോൾ, അല്ലെങ്കിൽ മാറ്റം വരുത്തുവാനുണ്ടായ ജീവിത ശൈലിയിലാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് ഭയങ്കരമായിട്ട് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് ഈ ഒരു മീറ്റിംഗ് വെക്കുവാനും അതോടൊപ്പം തന്നെ ഈ ഒരു മീറ്റിംഗിന്റെ ഗൗരവം നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ജൈവ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെറ്റ്സർഫ് കേരള ഘടകം ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോകം മുഴുവൻ ജൈവ കാർഷിക മേഖലയിലേക്ക്, കൃഷിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഞാനും നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്തിൽ ലോകത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ലോകത്തിന്റെ നമ്പർ 1 കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി ചെയ്യുന്ന ജൈവ കാർഷിക മേഖലയിൽ നമ്പർ 1 രാഷ്ട്രമായി മാറുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവ് എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്നത് ടെക്നോളജിക്കൽ മെത്തേഡാണ്. അവര് യൂസ് ചെയ്യുന്നത് ടെക്നോളജിക്കൽ മെത്തേഡാണ്. പക്ഷെ നമ്മൾ 365 ദിവസവും കൃഷി ചെയ്യുവാൻ യോഗ്യമായ ഇന്ത്യ മഹാരാജ്യങ്ങളിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ മെത്തേഡാണ്. അതിനെയൊക്കെ മാറ്റം വരുത്തി ഒരു ടെക്നോളജിയിലേക്ക് നമുക്ക് മാറ്റം വരുത്തുമ്പോഴാണ് കൃഷി ആയിക്കോട്ടെ മറ്റ് എല്ലാ ജീവിത മേഖലകളിലും കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനെ നമുക്ക് എത്തിക്കുവാൻ വേണ്ടി പറ്റുന്ന ഉതകുന്ന തരത്തിലുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. നമുക്കറിയാം, ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള അതിനൂതന നാനോ ബയോ ടെക്നോളജി നമുക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്തിയ ഇത്തരം ബയോ നാനോ ടെക്നോളജിയെ നമ്മുടെ കൃഷി മേഖലയിലേക്ക് കൃത്യമായി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 30 വർഷം മുന്നേയുള്ള മണ്ണിനെ തിരിച്ചെടുക്കുവാനും നമ്മുടെ സസ്യങ്ങൾക്കുണ്ടായ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും സസ്യങ്ങളുടെ രോഗങ്ങളെ മാറ്റം വരുത്തിക്കൊണ്ട് വളരെ സന്തുലനാവസ്ഥയിലുള്ള ഒരു കാലാവസ്ഥയെ സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കൃഷിയെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു 3 പിക്ചർ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഒരു അംബാസഡർ കാറാണ്.
രണ്ടാമത്തെ പിക്ചർ നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈലാണ്. മൂന്നാമത്തത് കൊഡാക്ക് എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. ലോകത്തിലെ 80% ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും ഇന്ന് ലോകത്തിലെ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു 3 ഉൽപ്പന്നങ്ങളെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. കാലത്തിനനുസരിച്ച് മാറുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവാതിരുന്നപ്പോൾ, കാലത്തിനനുസരിച്ച് ടെക്നോളജിയിലേക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ മാറിയ 3 ഉൽപ്പന്നങ്ങൾ. ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഉണ്ട്. പക്ഷെ 3 ഉൽപ്പന്നങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് അവതരിപ്പിച്ചത്. അതിൽ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈൽ ലോകത്തിലെ 80%-ലധികം വരുന്ന ആൾക്കാരും ഒരു 2000, 2008, 2009 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു മൊബൈൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും അത് നോക്കിയ എന്ന് പറയുന്ന മൊബൈലാണെന്ന്. പക്ഷെ ഇന്ന് ഒരാളുടെ കയ്യിൽ ആ നോക്കിയ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഇല്ലെങ്കിൽ, കാലത്തിനനുസരിച്ച് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നപ്പോൾ അത് ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറാവാതിരുന്ന ഒരു സിസ്റ്റമായിരുന്നു നോക്കിയയുടേത്. അതുകൊണ്ട് തന്നെ അവര് ഈ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായി. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയിലും 1970 കാലഘട്ടങ്ങളിലാണ് ഒരുപക്ഷെ രാസവളങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നെന്ന് പറയപ്പെടുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം കെമിക്കലിന്റെ അതിപ്രസരവും നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. അതൊക്കെ എന്താക്കി, നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ വേണ്ടി ആരംഭിച്ചു. അതോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം സൂക്ഷ്മ മൂലകങ്ങൾ നഷ്ടപ്പെട്ടു, ചെറു പ്രാണികൾ നഷ്ടപ്പെട്ടു, ചെറു തവളകൾ നഷ്ടപ്പെട്ടു, അതോടൊപ്പം തന്നെ മണ്ണിരകൾ നഷ്ടപ്പെട്ടു. അത്തരത്തിൽ വരുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി. ആ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുത്ത് മണ്ണിന്റെ ഘടനയെ മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ്. നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ്. നിരവധിയായിട്ടുള്ള കോളുകൾ എനിക്ക് വരാറുണ്ട്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ നമ്മുടെ റിസൾട്ടിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് സന്തോഷമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉപയോഗിച്ചവരൊക്കെ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, ഓൺലൈനായിട്ട് മേടിച്ചവർ ഓഫ്ലൈനായിട്ട് മേടിച്ചവരൊക്കെ വിളിക്കുമ്പോൾ അതൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് സന്തോഷമാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24-ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന, ലോകത്തിലെ ഇസ്രായേലിന്റെ നാനോ ബയോടെക്നോളജിയുടെ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പൂനെയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് കമ്പനിയെ കുറിച്ച് നോക്കാം. അജയ് ബയോടെക് എന്ന് പറയുന്ന 1990-ൽ സ്ഥാപിതമായി 34 വർഷക്കാലമായി ഇന്ത്യയിൽ നിലവിലുള്ള അജയ് ബയോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അത് ഫുള്ളി ഓർഗാനിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ജൈവ വളങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ 1990 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 34 വർഷക്കാലവും ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള സംഭാവന നൽകിയ ഒരു കമ്പനിയാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത്. അതുപോലെ നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, നെറ്റ്സർഫ് റിസർച്ച് ലാബ്. ഒരുപക്ഷെ ഇന്ന് റിസർച്ച് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യർ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ്, ഇംഗ്ലീഷ് മെഡിസിൻസ് ആണ് റിസർച്ച് ചെയ്ത് കമ്പനി മാർക്കറ്റിലേക്ക് ഇറക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ നെറ്റ്സർഫിന്റെ വളങ്ങൾ പോലും ഓരോ ക്രോപ്പുകളെയും ഉപയോഗിച്ച് റിസൾട്ട് വരുത്തിയതിന് ശേഷം മാത്രമാണ് കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ പ്രത്യേകതയാണ്. മൈലാബ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ അസോസിയേറ്റ് സ്ഥാപനമാണ്. എന്താണ് മൈലാബ്? ലോകത്തിലെ നമ്പർ 2-ഉം ഏഷ്യയിലെ നമ്പർ 1 ലാബുമായ മൈലാബ് എന്ന് പറയുന്നതാണ് കൊറോണ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ പോലും കൊറോണ ടെസ്റ്റിംഗ് കിറ്റ് ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് സപ്പോർട്ട് ചെയ്തൊരു കമ്പനി എന്ന് പറയുന്നത്. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മുടെ കമ്പനി എല്ലാം ഉപയോഗിക്കുന്നത്. അതുപോലെ വൂഹു എന്ന് പറയുന്ന ഒരു കമ്പനി, ഗ്രിൻ എന്ന് പറയുന്ന ഒരു കമ്പനി, നെറ്റ്സർഫ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി. കാരണം ഇത് ഒരിടനിലക്കാരുമില്ലാതെ ഒരു പരസ്യവുമില്ലാതെ കർഷകരിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഇത് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ MRP ബേസിൽ അല്ലാതെ തന്നെ അതിന്റെ ഡിസ്കൗണ്ട് റേറ്റിലാണ് നിങ്ങൾക്ക് ഉൽപ്പന്നം ലഭിക്കുന്നത്. അത് നിങ്ങളുടെ വീട്ടുപടിക്കലിലേക്ക് 1 ഏക്കറിലോ 2 ഏക്കറിലോ നമ്മുടെ കൈകളിൽ പിടിച്ചു പോയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്ര തരത്തിലേക്കുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുവാൻ വേണ്ടി പോകുന്നത്.
അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ലീഡിംഗ് ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ ഇന്ന് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ ലീഡിംഗ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ക്രെഡിബിലിറ്റിയാണ്, ആ ഉൽപ്പന്നങ്ങളുടെ റിസൾട്ട് ആണ്, ആ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു പരസ്യവുമില്ലാതെ ഗവൺമെന്റ് അംഗീകരിച്ച ലാബിൽ നിന്നും പുറത്തിറക്കുന്ന കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. നമുക്ക് കാണാം, ബയോഫിറ്റ് അഗ്രികെയർ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ. ഗ്രൂപ്പ് R&D സെന്റർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ DSIR ലാബിൽ നിന്നും അംഗീകരിച്ച പ്രൊഡക്റ്റുകളെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഓർഗാനിക് അഗ്രികെയർ ബയോഫിറ്റ് പ്രൊഡക്ട്സ് മാനുഫാക്ചർഡ് ബൈ അജയ് ബയോടെക്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്തിലെ 80-ലധികം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ കാർഷിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഇക്കോസെർട്ടിന്റെ അനുമതിയോടുകൂടി സർട്ടിഫിക്കേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഏതാണെന്ന് വെച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് ഇന്ത്യയിലെ 24 വർഷക്കാലമായ ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ വിവിധ ക്രോപ്പുകൾക്ക് കൊടുത്ത് റിസൾട്ട് ലഭിച്ച നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്നുള്ളത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. 100% നാച്ചുറൽ ഹെർബൽ ആയുർവേദിക് ഉൽപ്പന്നങ്ങളാണ്. ഒരു കെമിക്കലും അടങ്ങിയിട്ടില്ല. ഒരു മനുഷ്യനോ ഒരു സസ്യങ്ങൾക്കോ ഒരു മണ്ണിനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വാവാ സുരേഷ് എന്ന് പറയുന്ന വലിയ പാമ്പ് പിടുത്തക്കാരനെ ഒരു ദിവസം പാമ്പ് കടിക്കാനുണ്ടായ സാഹചര്യം, അവസാനമായി പാമ്പ് കടിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ചാക്കിലേക്ക് ആ പാമ്പിനെ 3-4 തവണ കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും കയറാതെ തിരിച്ചു കൊത്തുകയാണ് ഉണ്ടായത്. കാരണം ആ പാമ്പിനെ കയറ്റുവാൻ വേണ്ടി ശ്രമിച്ച ചാക്കിൽ ഉണ്ടായിരുന്നത് പൊട്ടാഷിന്റെ അംശങ്ങളായിരുന്നു. ആ പൊട്ടാഷിന്റെ അംശങ്ങൾ മനുഷ്യനും ജീവജാലങ്ങൾക്കെല്ലാം മോശമാക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തി കൃത്രിമമായി ശ്വാസം കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മുടെ രാസവളങ്ങൾ മണ്ണിലേക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ സസ്യങ്ങൾക്ക് കൃത്രിമമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണ് ഡെഡാവുന്നു, ആ മണ്ണിലുണ്ടാകുന്ന മൂലകങ്ങൾ ഡെഡാവുന്നു, മണ്ണിരകൾ ഡെഡാവുന്നു, സൂക്ഷ്മ മൂലകങ്ങൾ ഡെഡാവുന്നു, ചെറു പ്രാണികളടക്കം എല്ലാം നമുക്ക് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു, നമ്മുടെ വിവിധ തരത്തിലുള്ള കുപ്പികളിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വരുന്നത്. 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ നമുക്ക് കിട്ടുന്ന ഈൽഡിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് ഒരു കൈകളിൽ പിടിച്ചു പോയാൽ തന്നെ 1 ഏക്കർ തോട്ടത്തിലധികം വിളവിലേക്ക് വളപ്രയോഗം ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന നാനോ ടെക്നോളജിയിലേക്ക് നമ്മുടെ കാർഷിക മേഖല സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നോക്കാം ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സസ്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഹൗ പ്ലാന്റ്സ് മേക്സ് ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലൈറ്റ് എനർജിയിലൂടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർസ്, വാട്ടർ, മിനറൽസിലും ഒക്കെയാണ് നമ്മുടെ സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്, സൺലൈറ്റ്, വാട്ടർ, എയർ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോസ്റ്റിമുലൻസ് എന്നിവയൊക്കെയാണ് ഏറ്റവും കൂടുതലായി സസ്യങ്ങൾക്കുള്ള ഗ്രോത്തിന് വേണ്ടിയുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇവയൊക്കെ അടങ്ങിയ ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് അല്ലെ. ഇന്ന് ഏറ്റവും കൂടുതൽ സസ്യങ്ങളെ രോഗങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇടുക്കി പോലുള്ള അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികൾ പോലുള്ള മറ്റ് ഇഞ്ചി കൃഷി പോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കെമിക്കൽ അടിച്ച് 15 ദിവസവും 10 ദിവസവും കൂടുമ്പോൾ കെമിക്കൽ അടിച്ചടിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അവയൊക്കെ നമ്മുടെ മനുഷ്യൻ കഴിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, മനുഷ്യന്റെ വയറിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഫ്യൂരിഡാനോ അല്ലെ മറ്റ് കെമിക്കലോ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ കാർഷിക മേഖല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവയൊക്കെ മാറ്റി ഒരു ഓർഗാനിക് സംസ്കാരത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു. നമുക്ക് നോക്കാം, സസ്യത്തിന് അടിസ്ഥാനപരമായി വേണ്ടത്, ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സസ്യത്തിന് അടിസ്ഥാനപരമായി വേണ്ടത് 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്ലാന്റ് ന്യൂട്രിയൻ, മൂലകങ്ങൾ എന്ന് പറയുന്നത്.
നമ്മുടെ സസ്യത്തിന് വേണ്ട മൂലകങ്ങളെ അടിസ്ഥാനപരമായി 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ. അതിൽ പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, NPK. ഒരുപക്ഷെ നമ്മൾ പറയുന്നുണ്ടാകും യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്നൊരു കർഷകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തികച്ചും നാനോ ടെക്നോളജിയും ബയോടെക്നോളജിയും യൂസ് ചെയ്തുകൊണ്ട് നാച്ചുറൽ ആയിട്ട് സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഉപപ്രധാന മൂലകങ്ങളിൽ വരുന്നതാണ് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളിൽ വരുന്നതാണ് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബിഡനം തുടങ്ങിയ 14 എസെൻഷ്യൽ പ്ലാന്റ് ന്യൂട്രിയൻസ് കൃത്യമായി ലഭിക്കുമ്പോഴാണ് സസ്യത്തിന് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുക, സസ്യത്തിന് രോഗങ്ങളില്ലാതെ കൂടുതൽ ഈൽഡ് നമുക്ക് തരാൻ വേണ്ടി സാധിക്കുക, കൊഴിച്ചലില്ലാതെ, മഞ്ഞളിപ്പില്ലാതെ, അത്തരത്തിൽ വരുന്ന രോഗങ്ങളൊന്നും അറ്റാക്ക് ചെയ്യാതെ സസ്യത്തിന് ആവശ്യമായ രീതിയിലുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നു. മനുഷ്യർക്കായിക്കോട്ടെ, മൃഗങ്ങൾക്കായിക്കോട്ടെ, ഏവർക്കായാലും വേണ്ട ന്യൂട്രിയൻസ് എല്ലാം സെയിം ആണ്. ആ ന്യൂട്രിയൻസിനെ എല്ലാം തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. വേറെ ഒരു വളപ്രയോഗവും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സസ്യത്തിന്റെ റിസൾട്ടിനെ എടുക്കുവാൻ വേണ്ടി സാധിക്കും. ഇത് വരുന്ന NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഹൈലി എഫക്റ്റീവ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഫോർമുലേഷൻ ആണ്. CU 1 ml × 10⁻12 എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് NPK വരുന്നത്. പൊട്ടൻ സ്റ്റെബിലൈസർ ഫോർ ലോങ്ങർ ഷെൽഫ് ലൈഫ് ആണ് ഇത് വരുന്നത്. അതായത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് 78% നൈട്രജൻ ആണ് ഉള്ളത് എന്ന് പറയുന്നതിൽ ആർക്കും തർക്കമില്ല. ആ 78% വരുന്ന നൈട്രജനെ നൈട്രേറ്റ് ആക്കി സസ്യത്തിന് മാറ്റുവാനുള്ള ബാക്ടീരിയകൾ ഇന്ന് മണ്ണിലില്ല. അല്ലെ പൊട്ടാഷിനെ മണ്ണിലും അന്തരീക്ഷത്തിലുള്ള പൊട്ടാഷിനെയും ഫോസ്ഫറസിനെയും നൈട്രജനെയും സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ബാക്ടീരിയകൾ ഇന്ന് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാക്ടീരിയകളെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് സാധിക്കുന്നു? ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇൻക്രീസസ് NPK അവൈലബിലിറ്റി ടു ക്രോപ്പ്, നാച്ചുറൽ ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടുവാൻ വേണ്ടി സാധിക്കുന്നു. ഡിക്രീസസ് ഫെർട്ടിലൈസർ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ഫോർ ഫാമേഴ്സ്. കാരണം ചുരുങ്ങിയ ചെലവ് മതി. ലേബർ കോസ്റ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ലേബർ കോസ്റ്റ്. ഒരു ദിവസം ഉച്ചവരെ പണിയെടുത്താലും 1000 രൂപ കൂലി കൊടുക്കേണ്ട ഒരു സാഹചര്യം. അതിൽ നിന്ന് മാറ്റം വരുത്തി നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത്. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇത് ഉപയോഗിക്കേണ്ട 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിലാണ്. നൈട്രജൻ മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകൾ, പൊട്ടാഷ് സ്റ്റെബിലൈസിംഗ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകൾ, ഫോസ്ഫേറ്റ് സ്റ്റെബിലൈസിംഗ് സോളിസിബിലിയം ബാക്ടീരിയകൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അസെറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സസ്യത്തിന് ആവശ്യമായ എല്ലാ മൂലകങ്ങളെയും, പ്രധാന മൂലകങ്ങളെയും എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ നാച്ചുറൽ ഉൽപ്പന്നമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിലാണ് നമ്മൾ ഇതിവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്തതായിട്ട് വരുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് വളപ്രയോഗം എന്ന് പറയുന്നത്. അല്ലെ, നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ മൂലകങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വേണ്ട ഘടകമാണ് വളപ്രയോഗം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നിരവധിയായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒരു പക്ഷേ എല്ലുപൊടി ഉപയോഗിക്കാറുണ്ട്, ചാണകം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുന്ന പലതരത്തിലുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ നമുക്ക് ഉതകുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്ന ഷേത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നം. ആ ബോട്ടിലിന്റെ കളർ പോലെ തന്നെ മണ്ണിന്റെ ഘടനയെ മാറ്റിക്കൊണ്ട്, മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബയോസ്റ്റിമുലൻസ് ഉൽപ്പന്നമാണ് നമ്മുടെ ഷേത്ത് എന്ന് പറയുന്നത്. മണ്ണിരകൾ ഇന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കുറവാണ്. പഴയ രീതിയിൽ നമുക്ക് കാണുവാൻ വേണ്ടി ഒരിക്കലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കില്ല. ആ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഷേത്ത് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. കാരണം സോയിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ മണ്ണിരകളുടെ പ്രത്യേകത എന്താണ്? മണ്ണിരകൾ താഴോട്ടും മുകളിലോട്ടും സഞ്ചരിച്ചുകൊണ്ട് കർഷകന്റെ മിത്രമായ മണ്ണിനെ വായുസഞ്ചാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ. മണ്ണിരകളില്ല, മണ്ണിരകൾ മരിച്ചു എന്ന് പറഞ്ഞ അർത്ഥം മണ്ണ് മരിച്ചു എന്ന് പറയുന്നത് തുല്യമാണ്. മണ്ണ് മരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചതിന് തുല്യമാണ്. അപ്പൊ അത്തരത്തിൽ മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഷേത്തിലൂടെ സാധിക്കുന്നു. ഇൻക്രീസസ് ഓർഗാനിക് കാർബൺ ലെവൽ, ബാക്ടീരിയൽ ആക്ടിവിറ്റി വിത്തിൻ സോയിൽ. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വേറൊരു വിഷയമാണ് നമ്മുടെ ഓർഗാനിക് കാർബൺ ലെവൽ എന്ന് പറയുന്നത്.
അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതെല്ലാം ഇന്ന് കാർഷികമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഷേത്ത് എന്ന് പറയുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇവയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കി വരുന്ന സൂക്ഷ്മ മൂലകങ്ങളും 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളും അടങ്ങിയ ഒരു മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മുടെ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് NPK യുടെ കൂടെ മിക്സ് ചെയ്ത് ഇത് ഉപയോഗിക്കാം. ഓരോ വിളകൾക്കും അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ കൃത്യമായി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് വന്നും അല്ലാതെയും ഓൺലൈനായും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട രീതിയും ഏത് ക്രോപ്പിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം കവുങ്ങിനാണെങ്കിലും തെങ്ങിനായെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും മറ്റ് ജാതിക്കാണെങ്കിലും ഏലത്തിനാണെങ്കിലും മറ്റു വരുന്ന നെല്ലിനായാലും എല്ലാ വിളകൾക്കും ഡിഫറന്റ് ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റിന്റെ നോളജ് ആണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ മണ്ണിലും നമ്മുടെ സസ്യങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞു തരുന്നത്. ഉപയോഗിക്കേണ്ട രീതി നമ്മൾ നേരിട്ട് വന്ന് നിങ്ങൾക്ക് കാണിച്ചും പറഞ്ഞും തരുന്നതാണ്. നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഷേത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് ചെയ്യാനുള്ളത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കാം ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ കിട്ടിയ റിസൾട്ടിനെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ಎಷ್ಟು ಉದ್ದ ಐತೆ ಬಿಡ್ರಿ ಹಿಡಿಬೇಡ್ರಿ. നമ്മളങ്ങനെ മണ്ണിരെ തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയ കാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. വലിയ ഈ ഒരു മണ്ണിരകൾ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ കർഷകരുടെ മിത്രമായ മണ്ണിരകൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു വർഷക്കാലമായി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിച്ചതാണ്. ഇപ്പോൾ കമ്പനി പറയുന്ന നമ്മുടെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മാറ്റം എന്ന് പറയുന്നത് വളരെ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊലത്തുപോൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിൻ്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടയ്ക്കുന്നൊന്നുമില്ല, താഴോട്ട് സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിരകൾ ഓൾറെഡി താഴോട്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു എക്സ്പെരിമെന്റും കാര്യങ്ങളും കണ്ടു. നമുക്ക് അതായത് നമ്മുടെ കുമ്മായം പോലും ഉപയോഗിക്കാതെ നമുക്ക്, കുമ്മായം എന്ന് പറയുന്നത് ഒരു രാസപദാർത്ഥമാണ്, കാൽസ്യം ഹൈഡ്രേറ്റ് ആയ ഒരു രാസപദാർത്ഥമാണ് കുമ്മായം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ അത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അത് നമുക്ക് ദോഷമാണ് മണ്ണിനും അതുപോലെ തന്നെ സസ്യങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ കക്കപ്പൊടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനൊക്കെ നമുക്ക് അടിസ്ഥാനപരമായ റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഷേത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഒന്നാമത്തെ ഘടകം മൂലകങ്ങളാണ്, രണ്ടാമത്തെ ഘടകം നമ്മുടെ വളപ്രയോഗമാണ്, മൂന്നാമത്തായിട്ട് വരുന്നത് ഗ്രോത്ത് പ്രൊമോട്ടർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ളതാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം മറ്റൊന്നുമില്ലാതെ, മറ്റു വളപ്രയോഗങ്ങളും ഇല്ലാതെ ഇതിൽ തന്നെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ വളങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാം. പല കമ്പനിക്കാരും ഗ്രോത്ത് പ്രൊമോട്ടർ ഇറക്കുന്നുണ്ട്. ഗ്രോത്ത് പ്രൊമോട്ടർ ഇറക്കി കഴിഞ്ഞാൽ അത് എന്ത് ഓർഗാനിക് ആയാലും നമ്മൾ രാസവളം കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നു, കെമിക്കൽ നമുക്ക് അടിക്കേണ്ട അവസ്ഥ വരുന്നു. പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ പ്രതിരോധശേഷിയെ വീണ്ടെടുത്തുകൊണ്ട് വേറെ വളങ്ങൾ ഒന്നും കൊടുക്കാതെ ആ സസ്യത്തിന്റെ സന്തുലനാവസ്ഥയെ നിലനിർത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്നാമത്തെ ഘടകമാണ് ഗ്രോത്ത് പ്രൊമോട്ടർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതിന്റെ പച്ച കളർ പോലെ തന്നെ സസ്യത്തിന്റെ പച്ചപ്പിനെ ഹരിതാപമാക്കിക്കൊണ്ട് സസ്യത്തിന്റെ റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്.
റിച്ച് ആക്കുന്ന, സ്റ്റിമ്മിനെ റിച്ച് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നം. ഫൈറ്റോ ഹോർമോൺസിന്റെയും ബയോസ്റ്റിമുലൻസിന്റെയും CBD എക്സ്ട്രാക്റ്റിന്റെയും ഒക്കെ ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ആഡഡ് വിത്ത് ഹൈലി പൊട്ടൻ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ, PGR ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ബയോസ്റ്റിമുലൻസ് ആഡ് ചെയ്തതാണ്. എ യുണീക്ക് റേഷ്യോ ഓഫ് ദ നാച്ചുറൽ ഫൈറ്റോ ഹോർമോൺസ്, ഹയർ എഫിക്കസി ആൻഡ് എൻഹാൻസ്ഡ് ആക്ടിവിറ്റി. റൂട്ട് ടു ഫ്രൂട്ട് ആണ്. സസ്യത്തിന്റെ വേര് മുതൽ സസ്യത്തിന്റെ കാണ്ഡം, ഇലകൾ, അതുപോലെ തന്നെ അതിന്റെ ഫ്രൂട്ടിനെ പോലും ഒരേ സൈസിലും ക്വാളിറ്റിയിലും, ഫസ്റ്റ് ക്വാളിറ്റിയിലും ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ഹയർ ഹീൽഡ്, ബൂസ്റ്റ് ക്രോപ്പ് ഗ്രോത്ത് ആണ്, റൂട്ട് ടു ഫ്രൂട്ട് ആണ്, ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് സോയിൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഫോളിയർ സ്പ്രേയുമായി രണ്ടായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിന് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ കമ്പനി പറയുന്നത് ജെർമിനേഷൻ മുതൽ സസ്യത്തിന്റെ ഏത് വളർച്ചാ ഘട്ടത്തെയും സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ഇതിനെ ഗ്രോത്ത് പ്രൊമോട്ടർ ആയിട്ട് നമുക്ക് പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ ചെടികൾക്ക് പോലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ജെർമിനേഷൻ ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് മറ്റ് വിളകൾ ഉപയോഗിച്ചതും ഇതിന്റെ വലതുഭാഗത്ത് നമ്മുടെ വളം ഉപയോഗിച്ചതിന്റെ റിസൾട്ടുമാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മുടെ വിളകൾ ഉപയോഗിക്കുമ്പോൾ 90 to 92% സീഡും മുളയ്ക്കുമ്പോൾ മറ്റ് കെമിക്കൽ ഉപയോഗിച്ച മറ്റു വളങ്ങൾ ഉപയോഗിച്ച വിത്ത് ജെർമിനേഷനിൽ 60 to 70% മാത്രമാണ് വിത്ത് മുളയ്ക്കുന്നത്. അതുപോലെ തന്നെ ലീഫ് സ്റ്റേജിലായാലും വെളുത്ത വേരുകളുടെ പ്രോത്സാഹനമായാലും ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെളുത്ത വേരുകൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിവിടെ സസ്യങ്ങളെ കാണപ്പെടുന്നത്. കാരണം സസ്യത്തിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരുകളാണ് വെളുത്ത വേരുകൾ. രണ്ടാമത്തെ വേരാണ് കറുത്ത വേരുകൾ, തായ് വേരുകൾ എന്ന് പറയപ്പെടുന്ന വെള്ളം ശേഖരിക്കാനും സസ്യത്തെ പിടിച്ചു നിർത്താനും വേണ്ടിയിട്ടുള്ള വേരുകൾ. ഈ വെളുത്ത വേരുകൾ ഇന്ന് കുറഞ്ഞു വരുമ്പോൾ സസ്യത്തിന്റെ പ്രതലത്തിൽ പോഷകാഹാരങ്ങളുടെ കുറവുണ്ടാകുന്നത് കൊണ്ടാണ്. ആ പോഷകാഹാരങ്ങൾ നമ്മുടെ NPK-യിലും ക്ഷയത്തിലൂടെ എത്തുമ്പോൾ സ്റ്റിം റിച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ മണ്ണിന്റെ പോഷകാഹാരങ്ങളെ കൃത്യമായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കുമ്പോൾ ഈ വലതുവശത്ത് കാണുമ്പോൾ തന്നെ അതിന്റെ ലീഫ് സ്റ്റേജിലുള്ള വളർച്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്തിലായാലും വെളുത്ത വേരുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഫ്ലവറിംഗ് സ്റ്റേജിൽ വളരെ നല്ല രീതിയിലുള്ള ഫ്ലവറിങ്, ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലവറിങ് ഉണ്ടാകുന്നു. ഫ്ലവറിങ് കൊഴിഞ്ഞു പോവാതെ, ഓരോ പൂകളെയും കൊഴിഞ്ഞു പോകാതെ കരുത്തുറ്റതാക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു. കായയുടെ ഒരേ സൈസിൽ, താഴെ മുതൽ മുകളിൽ വരെയുള്ള കായകളെ ഒരേ സൈസിൽ ബെറ്റർ ക്വാളിറ്റി ആയി മാറ്റുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച്. ഇത് നമ്മുടെ കമ്പനി പറയുന്നതാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഒരു റിസൾട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. 2021 മുതൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചുള്ളിക്കരയിൽ ഉപയോഗിക്കുന്ന ബെന്നി സാറിന്റെ പറമ്പിൽ 27 മാസം പ്രായമായ കവുങ്ങ് കൊലച്ചതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികളിൽ ഉണ്ടായിരുന്ന ഒരു റിസൾട്ടാണിത്. നമ്മുടെ കുരുമുളക് ചെടികളിൽ ഉണ്ടായിരുന്ന റിസൾട്ടാണ്. ഒരേ ക്വാളിറ്റിയുള്ള വലിയ ചരടുകളിലുള്ള റിസൾട്ടാണ് നമുക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ മഞ്ഞളിപ്പിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം നമുക്ക് കാണാം. താഴെ ഉപയോഗിക്കാത്തതും മുകളിൽ ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരേ പറമ്പിന്റെ 2 വ്യത്യസ്ത കവുങ്ങുകളുടെ റിസൾട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നതാണ്. അതുപോലെ നമുക്ക് ഇന്റീരിയർ ആയിട്ടും ഔട്ട്സൈഡിലും ഒക്കെ ഇന്ന് ഗാർഡനിങ് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നമ്മൾ. വീട്ടിനുള്ളിൽ പോലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അത്രയ്ക്കും ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, സർട്ടിഫിക്കേഷൻ ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഇത്. വീട്ടിനുള്ളിൽ ഗാർഡനിങ് ഇന്റീരിയർ ആയിട്ട് ഉപയോഗിച്ചതിന്റെ റിസൾട്ടാണ്. താഴെ ഉപയോഗിക്കാത്തതും മുകളിൽ ഉപയോഗിച്ചതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ റിസൾട്ടാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. അതുപോലെ നെല്ലിൽ ഉപയോഗിച്ചപ്പോൾ കിട്ടിയ അതിന്റെ ചിമ്പ് കണ പൊട്ടിയിട്ട് വന്നതാണ് താഴെ ഉപയോഗിച്ചതും മുകളിൽ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഇരിട്ടിയിലെ ഓടാക്കൽ എന്ന് പറയുന്ന പാടശേഖരം കമ്മിറ്റി സെക്രട്ടറിയായ സണ്ണി സാറിന്റെ തോട്ടത്തിലുള്ള റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. കുറച്ച് വീഡിയോസ് കൊണ്ട് നമുക്ക് കാണാം. 1 വർഷമായിട്ട് NPK ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നെറ്റ് സർഫിന്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ് അതിന് സ്റ്റിം റിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആയിരിക്കുന്ന ഫലം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ശരത്തിനാണെങ്കിൽ നീളമുണ്ട്, അതുപോലെ ചിമ്പുണ്ട്. പിന്നെ ചിമ്പിനെല്ലാം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന വളർച്ചയുണ്ട്. അതിൻ്റെ ഈൽഡിങ്ങിലാണെങ്കിലും എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതേസമയം ഉപയോഗിക്കാത്ത ഒരു തോട്ടമാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഒരേ സമയത്ത് തന്നെ വെച്ചതാണ്. എന്നാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇടുക്കി രാജകുമാരിയിൽ പ്രിയപ്പെട്ട പ്രിൻസ് സാറിന്റെ തോട്ടമാണ്.
ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ഇവിടെ കണ്ടത്. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് എഴുതിയുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂർ പഞ്ചായത്തിലെ മൂച്ചിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കർഷകൻ ഷാജി സാറിൻ്റെ അടുത്തല്ലേ. ഞാനിതൊരു തക്കാളി പറിച്ചിട്ടുണ്ട്. എന്താ ടേസ്റ്റ്! നമ്മുടെ നെറ്റ്സർഫിൻ്റെ NPK ഷേത്ത് സ്റ്റിംറിച്ച് ജൈവ വളങ്ങൾ കൊടുത്ത് വന്ന റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഇതിൻ്റെ ഓണർ ഷാജിയേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് കഴിക്കുമ്പോൾ പറഞ്ഞത് ജൈവത്തിന്റെ ഒരു ടേസ്റ്റ്, അതോടൊപ്പം തന്നെ പുളിയില്ല, അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. തക്കാളി ഇങ്ങനെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ് കേട്ടോ. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ വിളവെടുപ്പിന്റെ തക്കാളിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 60 ദിവസം കഴിഞ്ഞ ഒരു ചെടികളെയാണ് നമ്മളിവിടെ കാണുന്നത്. അത്രയും നല്ല ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെത്. തീർച്ചയായിട്ടും ഇത് പച്ചക്കറികൾക്ക് ഉപയോഗിച്ചാണ് അവിടെ പറയും. മുളകിൻ്റെ ചെടികൾ നമുക്ക് കാണാൻ പറ്റും. മുളകിൻ്റെ ഒക്കെ അതിൻ്റെ നീട്ടം, ഇതിൻ്റെ വലിപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ നീളം കൂടിയതാണ് വരുന്നത്. ഇതൊക്കെ വളരെയധികം ഗുണപ്രദമുള്ളതാണ്. നമ്മുടെ കൂടെയുള്ളത് ബഷീർക്കയാണ്, നമ്മുടെ മലപ്പുറത്തിൻ്റെ ഏജന്റാണ്. അദ്ദേഹമാണ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പച്ചക്കറിയിൽ കിട്ടിയ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു തേക്കാണത്. ആ തെക്ക് ഏകദേശം ഒരു 5 അടി 6 അടി വണ്ണമുള്ള ഒരു തേക്കാണത്. ആ തേക്കിന്റെ താഴെ വെച്ചിരുന്ന കവുങ്ങുകളാണ് ഈ കാണുന്നത്. ഇതും ഞാൻ സത്യത്തിൽ ഞാനത് ഉപേക്ഷിച്ച ഒരു കവുങ്ങുകളായിരുന്നു. പക്ഷേ ഈ ബാക്കി കവുങ്ങുകൾക്കും അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇതും കൂടെ അപ്ലൈ ചെയ്തു. ഈ കവുങ്ങ് വേഷം മറ്റേതിനോട് അതേപോലെ തന്നെ വളർന്നു വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂമ്പ്, ഈ കൂമ്പിന്റെ വണ്ണം, അതായത് ഈ വരുന്ന കൂമ്പുകളുടെ വണ്ണം നമ്മൾ സാധാരണ ഉള്ള വളം ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വണ്ണത്തെക്കാൾ കൂടുതലാണ് ഇതിന്റെ ഒരു കൂമ്പിന് വണ്ണം. നെറ്റ്സർഫ് ഉൽപ്പന്നങ്ങളായ സ്റ്റിംറിച്ച്, ഷേത്ത്, NPK ഈ 5 വളങ്ങളും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള കണക്കിന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ എല്ലാ വിളകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒഴിച്ചതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് ഈ തെങ്ങിന് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂമ്പ് ചീഞ്ഞ് നശിച്ചു എന്ന് കരുതിയ ഒരു തെങ്ങാണ് ഈ കാണുന്നത്. ഇതായി താഴത്തെ ഇതാണ് നമ്മുടെ പഴയ തെങ്ങ്. അതിന് 2 മടൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇത് തെങ്ങ് പോയി എന്നുള്ള കണക്കൂടൽ ഞാൻ ഇതിനൊരു ലെവലേശം പോലും വെള്ളം കൊടുത്തിരുന്നില്ല. ഈ കവുങ്ങ് നനയ്ക്കുന്ന കൂട്ടത്തിലാണെങ്കിലും ഇതിന് ഒട്ടും വെള്ളം, കാരണം ഇത് പോയ തെങ്ങാണല്ലോ എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ കവുങ്ങിന് നെറ്റ്സർഫിന്റെ ഇത് വളം ഒഴിച്ച കൂട്ടത്തിൽ ഞാൻ ഇതിനും കൂടെ ഒരു 2 ലിറ്റർ വളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അതിന് താഴെ നിന്ന് വേറൊരു മുള വന്നിട്ട് ആ തെങ്ങ് രണ്ടാമത് റെഡിയായി വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു തെങ്ങ് കൂമ്പ് ചീഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു മുളയായിട്ട് വന്നത് തെങ്ങ് വീണ്ടും ആകും എന്നുള്ള ഒരു അറിവ് എനിക്കില്ല. എനിക്ക് എത്രത്തോളം പറ്റാൻ എനിക്ക് ഈ മേഖലയിൽ ഇല്ലെങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ. കവുങ്ങിന് തെങ്ങിന് കിട്ടിയ റിസൾട്ടാണ് നമ്മളുടെ ഓരോ കർഷകരുടെ അനുഭവമാണ് നമ്മൾ നോക്കുന്നത്. ഈ സമയം നട്ട 2 കണ്ടത്തിലെ നെൽവയലാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ സ്റ്റിംറിച്ചും അതുപോലെ തന്നെ NPKയും അതുപോലെ തന്നെ ഷേത്തും ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട്, ഇത് ഉപയോഗിക്കാതെ രാസവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വന്ന ഒരു കണ്ടത്തിലെ റിസൾട്ട്, ഇത് കർഷകർക്ക് ഇത് കാണുവാൻ വേണ്ടി സാധിക്കും. ഇനി വരുന്ന ഒരു കാർഷിക മേഖലയിലെ ഒരു മാറ്റം. രാസവളം മണ്ണ് പരിശോധിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് റബ്ബറിന്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ നെറ്റ്സർഫിൻ്റെ ഈ വളത്തെക്കുറിച്ച് നിതീഷ് സാറിൻ്റെയും ജോസേറിൻ്റെയും ഒക്കെ അറിഞ്ഞതിൻ്റെ ഫലമായി
ഞാനിപ്പോൾ ആ വളമാണ് 100 മരത്തിന് ഞാൻ അപ്ലൈ ചെയ്തത്. 2 മരത്തിൻ്റെ ഇടയിൽ 2 ലിറ്റർ വീതം ഈ സൊല്യൂഷൻ ഒഴിച്ചു. അതിനുശേഷം എനിക്ക് കഴിഞ്ഞ വർഷം 8 ഷീറ്റ് ലഭിച്ചത് ഈ വർഷം എനിക്ക് 16 ഷീറ്റ് ലഭിച്ചു. അതുകൂടാതെ ഒരു 3-4 കിലോ രണ്ടാം പാലായിട്ട് ഉള്ള ചിരട്ടപ്പാലും പിന്നെ അതിന് മുട്ടുപാലും ആയിട്ട് ലഭിക്കുകയുണ്ടായി. പിന്നെ ഇലയ്ക്ക് വീടില്ല, മരുന്നടിക്കേണ്ട ആവശ്യമില്ല. റബ്ബറിന് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഞാൻ കവുങ്ങിന് ഉപയോഗിച്ചു. 2 വർഷമായി കവുങ്ങിന് ഒഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു ഇതിൻ്റെ നല്ല ശക്തിയായി കയറി വരുന്നുണ്ട്. തെങ്ങിനെല്ലാം ഞാൻ അത് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ പ്ലാവിനും 8 ഷീറ്റ്. ഇരിട്ടിയിൽ ഒരു ജോർജ് തോമസ് റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് 100 മരത്തിൽ നിന്ന് 8 ഷീറ്റ് കിട്ടിയിരുന്നത് 16 ഷീറ്റ് വരെ ലഭിക്കുവാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് റബ്ബറിന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. രാസവളം മണ്ണ് പരിശോധിച്ച് ഞാനിപ്പോൾ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നെറ്റ്സർഫിൻ്റെ. എന്നെ സംബന്ധിച്ചോളം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് ഞാനിത് കണ്ടെത്തുന്നത്. അടയ്ക്കാണെങ്കിൽ വലിപ്പമുണ്ട്. അടയ്ക്ക നേരത്തെ നമ്മുടെ അടയ്ക്ക എന്ന് പറഞ്ഞാൽ പൊട്ടുന്നുണ്ടായിരുന്നു അടയ്ക്ക. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അടയ്ക്ക ഈ വർഷം ഒന്നും പൊട്ടി കണ്ടിട്ടില്ല. അടയ്ക്കാണെങ്കിൽ വലിപ്പവും കൂടുതലുണ്ട്. മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടയ്ക്കയ്ക്ക് വലിപ്പം കുറവായിരുന്നു. ഈ പ്രാവശ്യം ഈ അടയ്ക്ക വെച്ചപ്പോൾ അടയ്ക്കക്കാരെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യക്കാലം അടയ്ക്കയ്ക്ക് വലിപ്പമുണ്ടല്ലോ എന്നിങ്ങനെ അഭിപ്രായം പറയുകയും ചെയ്തു. അതൊക്കെ ഈ നെറ്റ്സർഫ് ഞാൻ വേറൊന്നും ഈ 3 വർഷമായിട്ട് ഇപ്പോൾ പറഞ്ഞ് കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇച്ചിരി യൂറിയ മസൂരി പൊട്ടാഷും പിന്നെ ഇച്ചിരി എന്തെങ്കിലും ചാണകപ്പൊടിയോ അങ്ങനെ കൊണ്ട് ഇട്ടുകൊണ്ടിരുന്നായിരുന്നു. അതെല്ലാം നിർത്തി ഇതാക്കിയതിന് ശേഷം നല്ല റിസൾട്ടാണ് ഇപ്പോൾ കണ്ടത്. നല്ല പച്ചപ്പുണ്ട്. ഇതിന് കണ്ടാൽ തന്നെ നല്ലൊരു ഉഷാറ് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വളരെ കുറവ് തന്നെ തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 600 കവുങ്ങുണ്ട്. 600 ചെറുതും വലുതൊക്കെ 600-650 കവുങ്ങുണ്ട്. നമ്മൾ രാവിലെ 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് വിളിച്ചു. 3 പേരുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ചെറുപുഴ, കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലെ ഡെന്നിസ് സാറിന്റെ ഒരു അനുഭവമാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു അനുഭവങ്ങൾ. ഇത് കുറെ ഉണ്ട്. യൂട്യൂബിലൊക്കെ നമ്മുടെ ഫുൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി കർഷകർക്ക് സാധിച്ചതിന്റെ ചെറിയ ക്ലിപ്പിംഗ്സ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും, മൂലകങ്ങൾ, വളപ്രയോഗം, ഗ്രോത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ മണ്ണിന്റെ പോലെ തന്നെ മണ്ണിന്റെ സസ്യങ്ങളുടെ ഇലകളുടെ pH ലെവലിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ ചെയ്യാൻ വേണ്ടി സ്റ്റിംറിച്ചിന്റെ കൂടെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ, പച്ചക്കറികൾക്കൊക്കെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് Bio-99 എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു സ്പ്രെഡറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് Bio-99 എന്ന് പറയുന്നത്. ഗമ്മർ, സ്പ്രെഡറൊക്കെയാണ്. വലിയ മഴകളൊക്കെ വരുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അവിടെ നിലനിർത്തുവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് Bio-99. അതുപോലെ തന്നെ നമ്മുടെ കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള, കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതിന്റെ ബോട്ടിലിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പല ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബോട്ടിൽ ഉണ്ടാകുന്ന ഒരു ചിഹ്നം എന്ന് പറയുന്നത് ഡേഞ്ചറിന്റെ ചിഹ്നമാണ്. അപ്പൊ ആ ഡേഞ്ചറിന്റെ ചിഹ്നം അല്ലാതെ അത് അവിടെ ഉണ്ടാകുന്ന നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ബോട്ടിലും നമുക്ക് കാണുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും നാച്ചുറൽ ആയിട്ട് കളയാൻ വേണ്ടി സാധിക്കുന്ന, ഒരു കെമിക്കലിന്റെയും ഇതില്ലാതെ നമുക്ക് കളയാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ പ്രാണികളെയും ഉറുമ്പിനെയും ഒക്കെ നമുക്കതിനെ മാറ്റുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇൻടാക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിലാണ് ഇൻടാക്ട് മിക്സ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിൽ വേപ്പെണ്ണ, നീം ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് നാനോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സസ്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഫംഗസിന്റെയും വൈറസിന്റെയും രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ടുള്ള റാപ്പപ്പ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം. ഇതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തൊരു ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ സസ്യത്തിന്റെ നാച്ചുറൽ ആയിട്ട് വൈറസിൽ നിന്നും ഫംഗസിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ വേറെ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ വേറത് വളരെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വീട് മാനേജ്മെന്റിന് കളനാശീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിരവധിയായിട്ടുള്ള കെമിക്കലുകൾ, നിരോധിച്ച റൗണ്ടപ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾ പോലുമാണ് ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. അതിനൊക്കെ മാറ്റം വരുത്തുവാനായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, 100% ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻകൗണ്ടർ എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെ നമുക്ക് വീടിനെ നമുക്ക് മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു. 20 മുതൽ 30 ml വരെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്.
ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗം അല്ലെങ്കിൽ സസ്യത്തിന് അനുഭവിക്കുന്ന പ്രോബ്ലംസിനൊക്കെ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കളനാശിനി കടക്ക ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സസ്യയുടെ വളർച്ചയ്ക്കുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ക്രോപ്പുകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ മിക്സ് ചെയ്യുന്ന രീതി എല്ലാം സെയിം പാറ്റേണിലാണ് മിക്സ് ചെയ്യേണ്ടത്. ചെറിയ ക്രോപ്പുകൾക്ക് ഉപയോഗിക്കുന്ന പോലെയല്ല വലിയ ക്രോപ്പുകൾക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ കെമിക്കൽ ഉപയോഗിച്ച സോപ്പ് പൊടി ഉപയോഗിച്ച ഡ്രമ്മോ സ്പ്രേയറോ പോലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. കാരണം ഇതൊരു ജീവാണുവളമാണ്, നാച്ചുറൽ ഫെർട്ടിലൈസർ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കെമിക്കലുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ടീരിയകൾക്ക് നാശം വരും. 1 ml = 10 കോടിയിലധികം വരുന്ന ബാക്ടീരിയകളുടെ മിശ്രിതം അടങ്ങിയ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തതായിട്ട് നമ്മുടെ കാർഷിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ക്ഷീര കാർഷിക മേഖലയിൽ നമ്മുടെ പശുക്കൾ ഇന്ന് അനുഭവിക്കുന്ന പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ആയുർവേദിക് ഫീഡ് സപ്ലിമെന്റ് ആണ് CFC+ എന്ന് പറയുന്നത്. 36-ലധികം അധികം വരുന്ന വിറ്റമിൻസിന്റെയും പ്രോട്ടീൻസിന്റെയും എൻസൈംസിന്റെയും ഹെർബ്സിന്റെയും പ്രീബയോട്ടിക്സിന്റെയും പ്രോബയോട്ടിക്സിന്റെയും മിനറൽസിന്റെയും ന്യൂട്രിയൻസിന്റെയും ഒരു മിശ്രിതമാണ് നമ്മുടെ CFC എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിറ്റമിൻ എ മുതൽ വിറ്റമിൻ D3, വിറ്റമിൻ ഇ, ശതാവരി, മേത്തി, വിധാരികണ്ഠൻ, ജീവന്തി, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, മാംഗനീസ്, അയോഡിൻ, അയൺ, സിങ്ക് തുടങ്ങിയവയൊക്കെ അടങ്ങിയ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നമ്മുടെ പശുക്കളുടെയും മറ്റ് മൃഗാദികളുടെയും ദഹനങ്ങൾ പോലും കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് കൊടുക്കുവാൻ വേണ്ടി പറ്റുന്ന ഒരു ഫീഡ് സപ്ലിമെന്റ് ആണ് ബയോഫിറ്റ് CFC. അതുപോലെ തന്നെ CFC+ എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ പശുക്കളെ അഴിച്ചുവിട്ട് വളർത്തി. പക്ഷെ ഇന്ന് നമ്മൾ അഴിച്ചുവിട്ട് വളർത്താതെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തിട്ടാണ് പശുക്കളെ വളർത്തുന്നത്. അവിടെ നമുക്ക് ഫീഡ് സപ്ലിമെന്റിലൂടെ, സസ്യങ്ങളിലൂടെ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ പശുക്കൾക്ക് പെട്ടെന്ന് കന്ന് പിടിക്കാൻ അല്ലെങ്കിൽ ചെന പിടിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. പാല് നല്ല കൊഴുപ്പുള്ളതാക്കുന്നു. 10 മുതൽ 15% വരെ പാല് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ള സസ്യത്തിന്റെ കംപ്ലീറ്റ് മെറ്റബോളിസം തന്നെ ചേഞ്ച് ആക്കി മാറ്റുവാനുള്ള ഒരു ഉൽപ്പന്നമാണ് ബയോഫിറ്റ് CFC+ എന്ന് പറയുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പശുക്കൾക്കാണെങ്കിൽ 10 മുതൽ 15 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. കിടാങ്ങൾക്കാണെങ്കിൽ 5 മുതൽ 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. 10 മുതൽ 15% വരെ നമുക്ക് വർധനവ് പാലുണ്ടാകുന്നു. പാലിന്റെ SNF വർദ്ധിപ്പിക്കുന്നു. പാലിന്റെ റീഡിങ്, അതുപോലെ തന്നെ ഫാറ്റ് വർദ്ധിപ്പിക്കുന്നു. അവയൊക്കെ ഇതിന്റെ ഏറ്റവും ഗുണമേന്മയുള്ള പാലാക്കി നമുക്ക് മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ഉൽപ്പന്നം കൊടുക്കുന്നതിലൂടെ പശുക്കൾക്കും അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്കൊക്കെ ഉണ്ടാകുന്ന. കോഴികൾക്ക് കൊടുക്കാം. 250 ഗ്രാം 1 ടൺ ഫീഡ് കണക്കിന് നമുക്കിത് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം വളർത്തുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ആ മത്സ്യ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഗാനിക് ഫീഡ് സപ്ലിമെന്റ്, നമ്മുടെ ജലത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ ക്ലിയർ, അതുപോലെ തന്നെ ജലത്തിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ ഫീഡ് തുടങ്ങിയവയൊക്കെ അടങ്ങിയ ഒരു നമ്മുടെ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി പറ്റുന്ന ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കിയത്. തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള 100% നാച്ചുറൽ ഇക്കോ ഫ്രണ്ട്ലി ആയുർവേദിക് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിനോ ജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ ഒരു ഓർഗാനിക് ഫാമിങ്ങിനെ കെട്ടിപ്പടുത്തിക്കൊണ്ട് വളരെ നല്ല ഒരു ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് ഒന്നായി പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 24-ലധികം സംസ്ഥാനങ്ങളിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിച്ചവരായിരിക്കാം, ഉപയോഗിച്ചതല്ലാതിരിക്കാം. ഉപയോഗിച്ചതല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ 100% ഇവിടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളോട്. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എത്ര തോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, പച്ചക്കറികൾക്കാണെങ്കിൽ 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ, പശുവിനാണെങ്കിൽ 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ
മറ്റ് വിളകൾക്കാണെങ്കിൽ ഒരു 30 മുതൽ 3 മാസത്തിനുള്ളിൽ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ നേരിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഒരു സംശയമില്ല. നിരവധിയായിട്ടുള്ള വളപ്രയോഗങ്ങൾ ചെയ്ത് മനസ്സുമെടുത്തവരാണ് കർഷകർ. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയിലൂടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ടിലേക്ക്, കൂടുതൽ മാറ്റത്തിലേക്ക് നിങ്ങളുടെ കാർഷിക മേഖലയെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട്, മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ട്, മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ജീവജാലങ്ങളെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട്, മണ്ണിലെ മൂലകങ്ങളെ, സൂക്ഷ്മജീവികളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നം അതിനു വേണ്ടിയിട്ടുള്ള ഘടകങ്ങളിലൂടെ മുന്നേറുകയാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുക. അതിന്റെ ഗുണങ്ങളില്ലെങ്കിൽ അതിന്റെ പൈസ നിങ്ങൾക്ക് 100% തിരിച്ചു തരുവാൻ വേണ്ടി തയ്യാറാണ് എന്ന് കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലടക്കം ഈ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയും ഇത് എന്റെ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ 100% ഗ്യാരണ്ടിയിൽ നിങ്ങളോട് ഞാൻ ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭാഗത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഇത് ശ്രവിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്കിപ്പോ സമയം 9:20 ആണ്. ഒരു 5-10 മിനിറ്റ് നേരം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംസാരിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ നമ്പർ ഇവിടെ സാബു സാറിന്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ നമ്പറും കൂടെ ഞാൻ ചാറ്റ് ബോക്സിൽ അയക്കുന്നുണ്ട്. എന്ത് ഡൗട്ടിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. പ്രൊഡക്റ്റ് നോളജും അതുപോലെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ഓരോ ക്രോപ്പിനനുസരിച്ചും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞു തരുന്നതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു ഫെബ്രുവരി 4 എന്ന് പറയുന്ന ദിവസത്തിൽ നമുക്ക് ഈ ഒരു വലിയൊരു മഹാമാരി രോഗത്തെ പടപൊരുതുന്നതിന് വേണ്ടി നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു ഓൾ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സാബു സാർ ഒന്ന് മോഡറേറ്റ് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. സാറേ, ഈ ഉൽപ്പന്നങ്ങൾ ഈ കൊല്ലത്ത് എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുമോ? ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. കൊല്ലത്ത് ഉള്ള വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സാബു സാറ്, നമ്മുടെ ഈ മീറ്റിംഗ് വെൽക്കം ആശംസിച്ച വ്യക്തി. അത് ഇപ്പോൾ ഗുണ്ടൂരാണ്. കൊല്ലത്തിലൊക്കെ നിരവധി എവിടേക്കും, കാരണം ഇത് ചാക്ക് കണക്കിനുള്ള വളപ്രയോഗമല്ല. എന്താ സാറിന്റെ പേരെന്തായിരുന്നു? പ്രതാപൻ. പ്രതാപ് സാറ് കൊല്ലത്ത്. അപ്പോൾ നമുക്കിത് ചാക്ക് കണക്കിനുള്ള ഒരു വളപ്രയോഗമല്ല സാർ. ഇത് ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു മാറ്റമാണ്. അത് നമുക്ക് ചെറിയൊരു ബോക്സിനുള്ളിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 ഏക്കർ തോട്ടത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കൂടുതലൊന്നും ആവശ്യമില്ല. കുറച്ച് പച്ചക്കറിയും പപ്പായയും അങ്ങനെയൊക്കെയുള്ള കൃഷികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ഓക്കെ സാറേ, വേണമെങ്കിൽ നമ്പർ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നമ്പർ ഒന്നും കൂടെ നോട്ട് ചെയ്തോളൂ. 8547 ഒന്നുകൂടെ പറഞ്ഞ സാറേ. 8547 666622. ഇല്ലേ, നമ്മുടെ സാബു സാറ് നമ്പർ ഉണ്ട്, അത് ഓൾറെഡി അതിൽ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ. 9414 73 8814. അത് നമ്മുടെ സാബു സാറാണ്. അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കരുനാഗപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം. ശരി ശരി. സാറിന്റെ നമ്പർ കൂടെ ഒന്ന് പറഞ്ഞോളൂ. കേട്ടില്ല. സാറിന്റെ നമ്പർ കൂടെ ഒന്ന് പറഞ്ഞോളൂ. 90 74 അതെ 74 18 96 23 18 96 29 അല്ലേ? 23. ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ, ഈ നെറ്റ്സർഫിന്റെ ഹെൽത്ത് പ്രൊഡക്റ്റ് വരുന്നില്ലേ ഇപ്പം? നെറ്റ്സർഫിന്റെ ഹെൽത്ത് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ഇത് ആരാ സംസാരിക്കുന്നത്? പേര് പറയാവോ? ഞാൻ തോമസ് എബ്രഹാം എന്ന് പറയും. എന്നെ ഡേവിഡ് സാറിനൊക്കെ എന്നെ അറിയാം. എൻ്റെ വീട്ടിൽ നെറ്റ്സർഫിന്റെ ഒരു ക്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള മീറ്റിംഗ് ഒക്കെ നേരത്തെ കണ്ടക്ട് ചെയ്തിട്ടുള്ള. ഞാൻ 2018 തിരുവല്ല. അതായത് നമ്മുടെ പേരും മറന്നുപോയി. അവിടെ ഒരു എന്താ പേര് ക്ലാസ് ഒക്കെ എടുക്കാൻ വരുന്ന സാറുണ്ടായിരുന്നു. ടീച്ചർ അല്ല, ടീച്ചർ എവിടെ? നിരണം. അടുത്ത അല്ലെങ്കിൽ ഡേവിഡ് സാറിന് ചോദിച്ചാൽ അറിയാം. ഞാൻ
2018 കേരള സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഓർഗാനിക് ഫാർമർ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആളാ. ഓ, കേരള താങ്ക് യു സാർ. സംസ്ഥാനം. സാറിനെ പോലുള്ളവർ ഈ മീറ്റിംഗിൽ വന്നതിന് വളരെയധികം ഞാൻ സന്തോഷം സാർ. ഇന്നൊന്നും അല്ല, ഞാൻ നേരത്തെ പോലെ എന്റെ വീട്ടിൽ ക്ലാസ് നടത്തിയിട്ടുള്ളതാ. ഡേവിസ് സാർ എവിടെ വന്ന് സ്ഥലം ക്ലാസ് എവിടെയായിരുന്നു സാറേ? സ്ഥലം എവിടെയാ? തിരുവല്ല, പത്തനംതിട്ട ജില്ല. ഓക്കെ സാർ. ഡേവിസ് സാറിന് ചോദിച്ചാൽ അറിയാം. ഇപ്പം പ്രസന്റ്ലി ഞാനിപ്പം കാനഡയിലാണ്. നല്ല ഇവിടുന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ മോളെടുത്ത് വിസിറ്റിംഗ് ആണതാണ്. ഈ മാസത്തോടിലേക്ക് നാട്ടിൽ വരും. വന്നാൽ ഉടനെ വീണ്ടും ഞാൻ ആക്റ്റീവായിട്ട് പ്രൊഡക്റ്റ് എല്ലാം വാങ്ങി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും സാർ. ഒരു കാര്യം ചെയ്തോളൂ സാർ, ഒന്ന് ജസ്റ്റ് എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് ഹായ് അയച്ചോളൂ സാർ. ഞാൻ വിളിക്കാം. എന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ സാർ? ഇപ്പൊ ഇട്ടതല്ലേ 8547 അതെ. അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഇതാക്കിക്കോളൂ. സാറിന്റെ ഫുൾ പേര് നിതീഷ്. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. സന്തോഷം സാർ. സാറിനെ പോലുള്ളവര് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. എനിക്ക് സാറിനെ ഒന്ന് കാണണം പേഴ്സണലായിട്ട്. തീർച്ചയായും നമുക്ക് നേരിട്ട് കാണാം സാർ. എപ്പോഴും എത്തുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ നേരിട്ട് വരാം. മാർച്ച് 7-ാം തീയതി നാട്ടിൽ വരും. 7-ാം തീയതി വെളുപ്പിന് നാട്ടിൽ വരും. അപ്പൊ മാർച്ച് 10 നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് എല്ലാം എനിക്ക് വേണം. തീർച്ചയായും സാർ. എനിക്ക് കുറെ പ്രോഗ്രാം ഉണ്ട്. എനിക്ക് കുറെ നഴ്സറിക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് സെയിൽസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ സാർ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? പ്രൊഡക്റ്റ് ഉപയോഗിച്ചതാണോ? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നല്ലോണം. അതിന്റെ റിസൾട്ട് ഒത്തിരി ഉണ്ട് എന്റെ. താങ്ക് യു സാർ. താങ്ക് യു. എന്റെ വീഡിയോസ് കണ്ടവനുണ്ട്. 2021 മുതൽ കേരളത്തിൽ ഇത് വിതരണം ചെയ്യുന്നുണ്ട്. ഇതുപോലെ ട്രെയിനിങ്, അതുപോലെ നേരിട്ട് ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി അവരെല്ലാ ചാനലുകാരും എന്റെ വീട്ടിൽ എല്ലാം 10-20 വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബില്. കുറെ വേണം സാർ പേഴ്സണലായിട്ട് തരാം. ആയിക്കോട്ടെ സാർ. ഇപ്പൊ ഒരു കാര്യം ചെയ്തു, എന്തായാലും എന്റെ വാട്സാപ്പിലേക്ക് എന്തായാലും സാർ ഇപ്പൊ തന്നെ അയക്കണം. ഓക്കെ ഇപ്പൊ അയക്കാം. ഓക്കെ ഫൈൻ. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ, കാരണം കാനഡയിലുള്ള എനിക്ക് ഇപ്പൊ വളരെ സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കാർഷിക മേഖലയിൽ അവാർഡ് നേടിയ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇന്ന് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കാനഡയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് വീക്ഷിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞ തോമസ് സാറിന്റെ ഒക്കെ ആ ഒരു സ്നേഹം, ആ ഒരു ഉൽപ്പന്നത്തിനുള്ള റിസൾട്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടും എന്നൊരു 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ വേറെ ആർക്കും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൃത്യമായി അയച്ചു തരുന്നതാണ്. ഒരിക്കൽ കൂടി സാബു സർ. ഓക്കെ, എനിവേ ഒരിക്കൽ കൂടി എല്ലാവർക്കുള്ള നന്ദിയും കടപ്പാടും നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി. എൻ്റെ പേര് നിതീഷ് എന്നാണ്. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 2021 മുതൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം വിതരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഉപയോഗിച്ച ഒരാൾ പോലും ഇന്നൊരു നെഗറ്റീവ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 1000-കണക്കിലധികം വരുന്ന കർഷകർക്ക് ഞാൻ ഇന്ന് വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു സന്തോഷം ത്തിലൂടെയാണ് നിങ്ങളോടൊക്കെ സംവദിക്കുന്നത്. നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഏത് വിളയായിക്കോട്ടെ അതിന് റിസൾട്ട് 100% നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു ഭാഗത്ത് ഉപയോഗിച്ചുള്ളൂ. അതിന്റെ വേറൊരു വേർഷൻ, നമ്മുടെ ഉൽപ്പന്നം വേറൊരു ചെറിയൊരു മേഖലയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഈ ഒരു ദിവസത്തിൽ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരു ശുഭരാത്രി, സുഖനിദ്ര നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു വെരി മച്ച്. Okay, Dinesh sir. Okay, thank you.